നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അക്ഷരാർത്ഥത്തിൽ ജർമ്മൻ പട പൊളിച്ചടുക്കി. സൂപ്പർ താരങ്ങൾ ഗോളടിച്ചു കൂട്ടിയപ്പോൾ 5-1 യൂറോ കപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ജർമ്മനി സ്കോട്ട്ലൻഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്ന യുവ സൂപ്പർ താരങ്ങൾ ഗോളടിച്ചുകൊണ്ട് തുടങ്ങിയ ഫേഴ്സും ജമാൽ മുസിയാലയും ഗോളടിച്ചപ്പോൾ 20 മിനിറ്റിന് മുമ്പ് തന്നെ ജർമ്മനി 2 ഗോളുകളുടെ ലീഡിലേക്ക് പോയിരുന്നു. പിന്നീട് ആദ്യ പകുതിയുടെ അവസാനത്തിൽ കൈ ഹവേർട്സിന്റെ പെനാൽറ്റി ഗോള്, അതിനുശേഷം രണ്ടാം പകുതിയിൽ പുൽക്കിഴക്കിന്റെ ഒരു സൂപ്പർ ഷോട്ടിലൂടെയുള്ള ഗോൾ പിറക്കുന്നു. ഒടുവിൽ എംറെ ഖാൻ ആ ഒരു ഗോൾ പട്ടിക പൂർത്തിയാക്കുന്നു. സ്കോട്ട്ലൻഡിന്റെ ആശ്വാസ ഗോൾ വന്നത് റൂഡിഗറുടെ ഓൺ ഗോളിലൂടെയായിരുന്നു. ഒരു ഫ്രീ കിക്കിനെ തുടർന്ന് വന്ന പന്ത് അദ്ദേഹം സ്വന്തം വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഏതായാലും മത്സരത്തില് ജർമ്മനിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ കളിക്കാൻ ഇറങ്ങിയത് കൈ ഹവേർട്സും ഫ്ലോറിൻ വേർട്സും ഇൽക്കൈ ഗുണ്ടോഗനും ജമാൽ മുസിയാലയും ഒക്കെ ഒരുമിച്ചാണ്. മധ്യനിരയിലെ ക്രൂസും ആൻഡ്രിച്ചും ചേർന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചു. ആദ്യ നിമിഷങ്ങളിൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിന്റെ സൂചനകൾ ജർമ്മനി നൽകിയിരുന്നു. പിന്നീട് 10ാമത്തെ മിനിറ്റിലാണ് ഫ്ലോറിൻ വേർട്സിന്റെ ഗോൾ പിറക്കുന്നത്. ആ ഒരു ഗോളിന് വഴിവെച്ചുകൊണ്ട് ടോണി ക്രൂസ് ബോൾ സ്വിച്ച് ചെയ്ത് കിമ്മിച്ചിലേക്ക് എത്തിക്കുന്നതും അവിടെ നിന്ന് ലഭിച്ച പന്ത് വേർട്സ് വലയിലേക്ക് എത്തിക്കുന്നതും ഒക്കെ മനോഹരമായിട്ടായിരുന്നു. കളിയുടെ 10ാമത്തെ മിനിറ്റിൽ തന്നെ അവരുടെ ലീഡ്. തുടർന്ന് 19ാമത്തെ മിനിറ്റിലാണ് ജമാൽ മുസിയാലയുടെ ഗോൾ പിറക്കുന്നത്. അങ്ങനെ 20 മിനിറ്റ് ആകുമ്പോഴേക്കും ജർമ്മനി കളി കൈപ്പിടിയിലാക്കി കഴിഞ്ഞു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ആ ഒരു പെനാൽറ്റി കൈ ഹവേർട്സ് ഗോളാക്കി മാറ്റുന്നത്. ഫ്രോട്ടേഴ്സിന് റെഡ് കാർഡ് കൊടുക്കുന്നു. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ചലഞ്ചായിരുന്നു ഇൽക്കൈ ഗുണ്ടോഗന് നേരെ. അപ്പം അദ്ദേഹത്തിന് റെഡ് കാർഡ് കൊടുക്കുന്നു. 10 പേരായിട്ട് സ്കോട്ട്ലൻഡ് ചുരുങ്ങുന്നു. പെനാൽറ്റി കൈ ഹവേർട്സ് ഗോളാക്കി മാറ്റുന്നു. അങ്ങനെ ദുരന്തമായിട്ടാണ് സ്കോട്ട്ലൻഡിന് ആദ്യ പകുതി അവസാനിക്കുന്നത്. 3-0 ലീഡ് ജർമ്മനി നേടുന്നു. രണ്ടാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്ന നിക്ലാസ് ഫുൾക്രിഗിന്റെ ഒരു കിടിലൻ ഷോട്ട് വലയിലേക്ക്. 68ാമത്തെ മിനിറ്റിൽ ജർമ്മനി 4-0 മുന്നിൽ. കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഒരു ആശ്വാസ ഗോൾ സ്കോട്ട്ലൻഡിന് ലഭിക്കുന്നത്. അത് റൂഡിഗറുടെ ഓൺ ഗോളായിരുന്നു. പക്ഷേ കളിയുടെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും ഗോളടിക്കുന്നു ജർമ്മനി. എംറെ ഖാൻ തോമസ് മുള്ളറുടെ അസിസ്റ്റിന് ഗോളടിച്ചുകൊണ്ട് സംഗതി മനോഹരമായിട്ട് അങ്ങ് അവസാനിപ്പിച്ചു. 5-1 തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ജർമ്മനി സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.